എൻ്റെ മകനോട് കരുണയുണ്ടാകണം. ആമേൻ. എന്താ ഈ അപ്പൻ്റെ വിഷയം എന്നറിയാമോ? ഒരു മകനെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുകയാണ് അല്ലേ? ഒരു തലമുറയെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുകയാണ്. പലതിനെ ഓർത്ത് ഭാരത്തോടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും. നിൻ്റെ ഭാരത്തെ യേശു കാണുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഭാരത്തെ യേശു എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. കർത്താവ് ഇന്ന് പകൽ പറയുവാണ്, ആമേൻ, എന്തൊക്കെയോ വിഷയങ്ങളുമായി യേശുവിൻ്റെ മുമ്പിൽ വന്ന പലരെയും ഇന്ന് പകൽ കർത്താവ് തൊടുന്നത് മാത്രമല്ല, തിരിച്ചു പോകുമ്പോൾ സമാധാനത്തോടെ പോകാൻ പോവുക, സന്തോഷത്തോടെ പോകാൻ പോവുക. ആമേൻ. കർത്താവ് പറയുന്നു, ഈ അപ്പൻ എന്ത് ചെയ്യുവാണ്? ആമേൻ. അപ്പൻ വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയുക, എൻ്റെ ഭാരമെന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ വിഷയമാണ്. ആമേൻ. എന്താണ് ഈ മകൻ്റെ വിഷയം? ബൈബിൾ ഇങ്ങനെ പറയുന്നു, അപ്പൻ കാണുന്ന കാഴ്ച, അപ്പൻ ഇങ്ങനെ പറയുവാണ്, അവൻ തീയുടെ അടുത്ത് പോയാൽ അവൻ കഷ്ടത്തിലാകും. അടുത്ത് പറയുന്നു, വെള്ളത്തിൽ പോയാലും വെള്ളത്തിൻ്റെ അടുത്ത് പോയാലും വീണിട്ട് അവൻ വലിയ കഷ്ടത്തിലായി പോവുക. രണ്ട്, കാണുന്നൊരു കാഴ്ച അപ്പൻ എന്ത് ചെയ്യുന്നു? ഈ യേശുവിനോട് തുറന്നു പറയുകയാണ്, തീ കണ്ടാൽ അവൻ വീഴും, വെള്ളം കണ്ടാലും എന്ത് ചെയ്യും? അവൻ വീഴും. ഇത് തുറന്ന് പറഞ്ഞ് ഈ അപ്പൻ യേശുവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? വല്ലാണ്ട് ബുദ്ധിമുട്ടി കരയുവാണ്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരോടൊക്കെ തുറന്നു പറയാൻ പറ്റുമോ? പലരോടും തുറന്നു പറഞ്ഞിട്ട് ഈ വിഷയത്തിനൊരു മറുപടി ഇല്ലാതെ ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കി വെച്ച് പറയുന്നു, ഗുരു, എങ്ങനെങ്കിലും ഒരു വിടുതല എൻ്റെ മകന് ലഭിക്കണം, എൻ്റെ മകനോട് കരുണയുണ്ടാകണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, പലയിടത്തും പറഞ്ഞിട്ട് വിടുതൽ ലഭിക്കാതെ ഇന്ന് പകലിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിന്ന് പകൽ നിന്നോട് പ്രവചനാത്മാവിൽ പറയുന്നു, വന്നതുപോലെ തിരിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വിഷയത്തെ ഇന്ന് പകൽ കാണേണ്ടവൻ കാണും, ഇടപെടേണ്ടവൻ ഇടപെടും, തൊടേണ്ടവൻ തൊടും. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ അക്കരങ്ങളെ തട്ടി ആ ദൈവത്തിനൊരു മഹത്വം കൊടുക്കട്ടെ. ക്ഷമന റിഗതന ജലഘടക ലഗസിയംധന റീവക്ഷമന ഘടക ശന്തൽ കമന ഘടകസേ യേശുവിന്റെ മഹത്വം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മഹത്വം ചലിക്കട്ടെ. കമാൺ. കർത്താവിന്റെ വചനം പറയുന്നു, കാണേണ്ടവൻ ഇന്ന് പകൽ ചിലത് കാണാൻ പോവുകയാ. ആമേൻ. കേൾക്കേണ്ടവൻ ഇന്ന് നിന്റെ വിഷയത്തെ കേൾക്കാൻ പോവുകയാ. തൊടേണ്ടവൻ ഇന്ന് നിന്നെ സ്പർശിക്കാൻ പോവുകയാണ്. ആമേൻ. വിശ്വാസത്തോടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാ, അപ്പൻ കാണുന്ന കാഴ്ച തീ കണ്ടാലും പ്രശ്നമാണ്. അപ്പൻ കണ്ട കാഴ്ച വെള്ളം കണ്ടാലും അവൻ കഷ്ടത്തിലേക്ക് വീഴുക. ആ അപ്പൻ ഇട്ട ഒരു പേരുണ്ട്. അപ്പനിട്ട പേരെന്നല്ല, ആ കാലഘട്ടത്തിലെ വൈദ്യന്മാരിട്ട പേര്. അവന് ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്നു. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. ലോകം കണ്ണുകൊണ്ട് കണ്ട കാഴ്ച യേശുവിൻ്റെ മുമ്പിൽ മുഴങ്കാലമടക്കി അപ്പൻ വിളിച്ചു പറയുക. എന്നാൽ യേശു അവൻ തിരിച്ചു പറഞ്ഞത്, അവൻ്റെ ചന്ദ്രരോഗം ഞാൻ സൗഖ്യമാക്കാൻ നല്ല. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളോട് പറയാം, പലരും പറയുന്നത് കേട്ട് അതങ്ങനെ കാണുന്ന ചിലരുണ്ട്. എന്നാൽ ഇന്ന് പകൽ 17-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്നത്, പലരും പറയുന്നത് കണ്ടിട്ട് അങ്ങനെ ഇരിക്കാനല്ല, അതിനപ്പുറത്തൊരു റലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ കണ്ണുകളെ തുറക്കാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ചില കണ്ണുകൾ ഇന്ന് പകൽ ഇതിനകത്ത് തുറക്കപ്പെടാൻ പോകുകയാ. വീടും നാടും പറഞ്ഞതല്ല, കുടുംബവും കൂട്ടുകാരും പറഞ്ഞതല്ല, അതിനപ്പുറം ചിലത് കാണുവാൻ ഇന്ന് പകലിൽ ചില കണ്ണുകൾക്ക് ദൈവം കരുത്ത് തരും. യേശുവിന്റെ നാമത്താൽ ജയം, യേശുവിന്റെ നാമത്താൽ ജയം. വൈനാമാന റഖലമ ശന്തന റഗൽകമനഗഡഗസേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാ, യേശുവിനോട് പറഞ്ഞത്, ഈ എൻ്റെ മകന് വെള്ളം കണ്ടാലും പ്രശ്നമാണ്, പിന്നെ എന്ത് കണ്ടാലും പ്രശ്നമാ, തീ കണ്ടാലും പ്രശ്നമാണ്. എന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, വെള്ളവും തീയും കാണുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞ് എവിടെയോ ഒതുങ്ങുമ്പോ വേദപുസ്തകം പറയുന്നു, യേശു കണ്ടത് വെള്ളം കാണുമ്പോഴും തീ കാണുമ്പോഴുള്ള പ്രശ്നത്തെയല്ല, മറ്റെന്തോ ഒന്ന് യേശു കാണുകയാണ്.
എന്താണ്? അതിനെയാ യേശു ശാസിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, എങ്ങനെ ഇത് സംഭവിച്ചേ? ബൈബിൾ പറയുന്നു, ഈ അപ്പൻ യേശുവിനോട് പറഞ്ഞൊരു പരാതി ഇതാണ്: നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്കത് കഴിഞ്ഞില്ല. നേരെ യേശു പറഞ്ഞു, പേടിക്കണ്ടെന്ന്, ഇതെല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല, ഇത് കാണാനൊരു കണ്ണ് നിനക്ക് വേണം. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം തന്നെ 15-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വരാം. 15-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വായിക്കാം നമുക്ക്. 16-ാം അധ്യായം, 15-ന്റെ 28-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. മത്തായി സുവിശേഷം 16 അതിൻ്റെ 28. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ അടുത്ത വാക്യം കൂടെ ചേർന്ന് വായിച്ചു. 17-ന്റെ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ട അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, ഞാൻ ഇവിടെ ഇരിക്കുന്നത് നല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് മതി. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ പറ. കമോൺ, ഞാൻ ഈ ഭാഗത്തേക്ക് വരികയാണ്. 16-ാം അധ്യായത്തിൻ്റെ 28 വായിച്ചത്, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. 16-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ യേശു പറഞ്ഞൊരു വാക്യതാണ്, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ചിലരെ കാണാൻ പോവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല. ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. മനുഷ്യപുത്രൻ എങ്ങനെ വരാൻ പോവുക? തൻ്റെ രാജ്യത്തിൽ വരുന്നത് ഈ നിൽക്കുന്നവരിൽ ചിലർ കാണും. അങ്ങനെയാണെങ്കിൽ ആരോടാ പറയുന്നത്? ശിഷ്യന്മാരോട് പറയുന്നത്. എല്ലാവരും കാണുന്നല്ല, ചിലർ കാണും. എന്നിട്ട് അടുത്ത അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നു, ആമേൻ, 3 പേരെയും കൂട്ടി കർത്താവ് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. താബോർ മല എന്ന് പറയപ്പെടുന്ന ഉയർന്ന മലയിലേക്ക് എന്ത് ചെയ്തു? യേശു 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. ആരൊക്കെയാ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 3 പേരെയും കൂട്ടി യേശു ഉയർന്ന മലയിലേക്ക് കയറി പോകുമ്പോൾ 3 പേരും യേശു കൊണ്ടുപോയത് ഈ പറഞ്ഞ വാഗ്ദത്തത്തിലേക്കൊന്ന്, ഈ പറഞ്ഞ വചനത്തിന്റെ നിവർത്തീകരണത്തെ ഒന്ന് വെളിപ്പെടുത്താനും കൂടെ വേണ്ടിയായിരുന്നു. ഈ 3 പേരും കൂടെ യേശുവിന്റെ കൂടെ ഉയർന്ന മലയിലേക്ക് പോവുക. യേശു പോയത് ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. യേശു പോയത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും യേശു ഇരിക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ 3 പേരും പോയി കഴിഞ്ഞപ്പോൾ 3 പേരും കൂടെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാൻ പോയി. ഇവർ പ്രാർത്ഥനയില്ല, ഇവർ ചുരുണ്ടുകൂടി കിടന്ന് ഉറക്കമാണ്. ഹല്ലേലൂയ. ഇവർ നന്നായിട്ടൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങുക. പക്ഷെ ഉറക്കത്തിൻ്റെ ഒടുവിൽ ബൈബിൾ പറയുന്നു, പത്രോസ് കണ്ണ് തുറന്നപ്പോൾ ഞെട്ടിപ്പോയൊരു കാഴ്ചയുണ്ട്. ഇതുവരെ ഭൂമിയിൽ താൻ ആയിരുന്നപ്പോൾ കാണാൻ കഴിയാത്തൊരു കാഴ്ച ഈ മറിയുടെ മുകളിൽ പത്രോസ് കാണുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, യേശു ക്രിസ്തു ആമേൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് 2 പേര് യേശുവിന്റെ അടുക്കലോട്ട് ഇറങ്ങി വന്ന് സംസാരിക്കുന്നതും ബൈബിൾ പറയുന്നു ഈ പത്രോസ് കാണുകയാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് കയറിയാൻ തുടങ്ങിയാൽ രാജ്യത്തിനകത്തുള്ള ചിലരുമായി നമുക്ക് ചില കോണ്ടാക്റ്റുകൾ വെളിപ്പെടും. ഇന്ന് പകൽ പുറത്താ നിൽക്കുന്നെങ്കിൽ കാണാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് നമ്മൾ എപ്പോൾ കയറി തുടങ്ങുമോ അന്നേരം നമ്മുടെ കോണ്ടാക്റ്റുകൾ മാറും. ഇവിടുള്ള കോണ്ടാക്റ്റുകൾ അല്ല, അവിടുള്ള കോണ്ടാക്റ്റുകൾ ലഭിച്ചു തുടങ്ങും. ബൈബിൾ പറയുന്നു, മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ,
അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു. ആമേൻ. ഇത് ആര് കാണുകയാണ്? പത്രോസ് കാണുകയാണ്. ഇത് ആര് കണ്ടു? യോഹന്നാനെ വിളിച്ചു നിർത്തി പത്രോസ് കാണിച്ചു കൊടുക്കുന്നു. ആമേൻ. യാക്കോബ് കണ്ടു. 3 പേരും അത്ഭുതപ്പെട്ടു പോയി. അവർക്ക് മനസ്സിലായി ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു കാഴ്ച. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, യേശുവിന്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് കയറി നിൽക്കുന്ന കാഴ്ച വെളിയിൽ കിടക്കുന്ന 3 പേരും കാണുകയാണ്. ഇവർക്കൊരു ഭയങ്കര താല്പര്യം തോന്നി. കർത്താവേ, ഈ ഒരു അനുഭവത്തെ ഞങ്ങൾ ഇവിടെ പിടിച്ചങ്ങ് വച്ചാലോ? ഒരു 3 കുടിൽ ഞങ്ങൾ ഉണ്ടാക്കി, ഒന്ന് നിനക്കും, ഒന്ന് ഈ മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയാവിനും കൂടെ കൊടുത്താൽ ഞങ്ങൾ അതിന്റെ ഇടയിൽ അങ്ങ് ഇരുന്നോളാം എന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ഇതങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നല്ല. ഇതിന്റെ അകത്തോട്ട് കയറി വന്നാൽ നമ്മുടെ അനുഭവങ്ങൾ മാറാൻ തുടങ്ങും. ഇതിന്റെ അകത്തോട്ട് കയറി വന്നാൽ നിങ്ങൾ കാണുന്നതല്ല, മറിച്ച് ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനുണ്ട്. നിങ്ങൾ ഇതുവരെ അറിഞ്ഞതല്ല, ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയാനുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്ത് ചിലരും ദൈവരാജ്യത്തിന്റെ അതിരിനകത്തോട്ട് കാല് വയ്ക്കാൻ തുടങ്ങിയ നിങ്ങളുടെ അനുഭവങ്ങൾ മാറാൻ പോകുക. ഇതുവരെ കാണാത്ത ചില കാഴ്ചകളെ പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തും. ഇതുവരെ കാണാത്ത ചിലത് നിന്റെ മുൻപിൽ സ്വർഗ്ഗം അത് തുറക്കും. വൈഡവാല ഹത്തന റഗൽ കമനഗഡഗ ശന്തൽ കമനഗഡഗസെ അത്യുന റഗക്ഷസ് പ്രൗഢിബിരിഗഡഗ സിയാന്തന റീഗ ക്ഷമനഗഡഗ ശന്തൽ കമനഗഡഗസെ. യേശുവിന്റെ മഹത്വം പകൽ ചലിക്കുമാറാകട്ടെ. യേശുവിനറിയാം. ആമേൻ. ഞാൻ അതിനകത്തോട്ട് കയറുന്നത് ഇപ്പൊ 3 പേര് കണ്ടോണ്ടിരിക്കുക. യേശു അതിന്റെ അകത്തോട്ട് കയറിയപ്പോ ദൈവരാജ്യത്തിന്റെ ആ പ്രകൃതം അല്ലെങ്കിൽ ആ സ്വഭാവം തന്റെ ശരീരത്തിൽ വെളിപ്പെടുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മുഖം മുഖത്ത് സൂര്യനെ പോലെ ശോഭിച്ചു എന്നാ പറയുന്നത്. യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, എപ്പോഴാണോ ആദാമും ഔവയും പാപം ചെയ്തത്, അന്നേരം അവരുടെ ശരീരത്തിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടു പോയി. തിരിച്ച് തോട്ടത്തിനകത്തു കയറാനോ തേജസ്സിലേക്ക് വരാനോ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ടാബോർ മലയുടെ മുകളിൽ അന്ന് അന്യമായി പോയ തേജസ് യേശു സ്വർഗം തുറക്കുകയും അതിനകത്തുനിന്ന് പ്രാപിക്കുകയും ചെയ്തെങ്കിൽ ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് കയറാ. ഇന്ന് പകലിൽ ഇതുവരെ കാണാത്ത ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ചുടമന ഹദര ജലഗടക രഹസ്യംധന റീഗ ക്ഷമനഗടക ശന്തൽ കമനഗടകസെ. In the mighty name of Jesus, റീബാല ഹംദന റീബ ക്ഷമനഗടകസെ വൈഡ കമനഗടക റഗൽ കമനഗടകസെ. ദൈവരാജ്യത്തിന്റെ അകത്ത് റീബ ശംധന റീബൽ പ്രൗഢിബിരിഗടക റക്ഷസ് കമനഗടക അത്യുന റഗൽ കമനഗടകസെ. യേശുവിന്റെ നാമത്തിൽ ജയം. Praise God. Ribala handana rigal kamanagadaga vaishas proudi birigadaga rakshas kamanagadaga say hallelujah. Amen. നിങ്ങളോട് പറയാ, അന്ന് നഷ്ടപ്പെട്ടു പോയ ശോഭ യേശുവിന്റെ മുഖത്ത് വെളിപ്പെടുകയാണ്. അന്ന് നഷ്ടപ്പെട്ടു പോയ ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു തേജസ് ഉണ്ട്. താബോർ മലയിൽ പ്രാർത്ഥിച്ച യേശുവിൽ ആ തേജസ് ഇങ്ങോട്ട് വെളിപ്പെടുകയാണ്. ബൈബിൾ ഇങ്ങനെ വായിച്ചാൽ കാണാൻ കഴിയും, എപ്പോഴാണോ ദൈവത്തിന്റെ തേജസ് ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്, അന്ന് കാണാൻ തുടങ്ങിയത് മരണം. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, എപ്പോഴാണോ ഈ തേജസ് യേശുവിൽ വെളിപ്പെട്ടത്, അന്നേരം മരണത്തിനും അപ്പുറം ചിലത് യേശു കാണാൻ തുടങ്ങി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാ, ഇതിനകത്ത് ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ വന്നാൽ നീ കാണുന്നത് സാധാരണ കാഴ്ചയല്ല, ദൈവികമായ ചിലത് നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പോവുകയാണ്. വൈഡാബാല ഹതന റഗൽ കമനഗഡഗ വൈഷസ് പ്രൗഢിബിരിഗഡഗ റഗൽ കമനഗഡഗസെ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. റിബല ഹദര ജലഗഡഗ റക്ഷസ് കമനഗഡഗസെ. യേശുവിൻ നാമത്താൽ ജയം. ഹല്ലേലൂയ. സാധാരണമായ കാഴ്ച യേശു കാണുന്നതല്ല, മറിച്ച് അസാധാരണമായത് യേശുവിന്റെ കണ്ണുകൾ കാണാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ഇന്ന് ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കാണുന്നത് വെള്ളം കണ്ടു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊച്ചന്റെ ചിത്രമല്ല, തീ കാണുമ്പോൾ വീഴുന്ന ഒരു കൊച്ചന്റെ ചിത്രമല്ല. യേശു കണ്ടത് വേറൊരു ചിത്രമാണ്. ആ ചിത്രത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഇന്ന് ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് നമ്മൾ കയറാൻ തുടങ്ങണം. ഹല്ലേലൂയ. നീ കാണുന്നത് വേദനിക്കുന്ന നിന്റെ ശരീരം, നീ കാണുന്നത് പ്രയാസപ്പെടുന്ന നിന്റെ
നിന്റെ മനസ്സ്, നീ കാണുന്നത് ചുറ്റുപാടുകളാൽ സമ്മർദ്ദമുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊക്കെ നീ കാണുമ്പോൾ, ഇത് സത്യമെന്ന് നിന്റെ കണ്ണു പറയുമ്പോൾ, ദൈവരാജ്യത്തിന്റെ അകത്ത് കയറി തുടങ്ങുക. നീ കാണുന്നത് ഇതല്ല, ഇതിനപ്പുറം ചിലത് നിന്റെ കണ്ണുകളിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് പകൽ ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് അതിശക്തമായി പറയുന്നു, ഇതുവരെ കണ്ടതല്ലെന്ന്, കാണാൻ ചിലതുണ്ട്, ഇതുവരെ കണ്ടതല്ല, ഇനിയും കാണാൻ ചിലതുണ്ട്. ആത്മാവ് അതിശക്തമായി പറയുന്നു. ഹാഗർ തന്റെ കുഞ്ഞുമായി മരുഭൂമി കിടക്കുവാണ്. തന്റെ കണ്ണുകൊണ്ട്, തന്റെ മകന്റെ കണ്ണുകൊണ്ട് അവസാനത്തെ നിമിഷങ്ങൾ കാണുന്നത് മരണം തന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ അവളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് എപ്പോഴാണോ ദൈവം അവളുടെ കണ്ണ് തുറന്നത്, അന്നേരം കണ്ടൊരു കാഴ്ച, മരണത്തിനും അപ്പുറം ജീവിതത്തിലേക്ക് പോകാൻ ഒരു ഉറവ തുറക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, തേജസ്സിന്റെ മേഖലയിലൊക്കെ കയറി വാ. നീ കാണാൻ പോകുന്നത് ഇവിടത്തെ കാഴ്ചകളല്ല, ഇതിനും അപ്പുറമായ ചിലത്. Regal Kamanagadaga Shida Proudi Bidigadagase Hatina Regal Kamanagadaga Shandal Kamanagadagase Waishas Proudi Bidigadaga Regal Kamanagadagase. Hallelujah. Santoshamandangalore hallelujah para. Hallelujah. മരണത്തെ മാത്രം കണ്ട അവസാനത്തെ നിമിഷങ്ങൾ കണ്ണടച്ചു പോയ ഹാഗർ, ദൈവം അവളുടെ കണ്ണൊന്ന് തുറപ്പിക്കുന്ന നിമിഷത്തിൽ അവൾ കണ്ടത് മരണമല്ല, ജീവനിലേക്കുള്ളൊരു ഉറവ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽ നീ ഇതുവരെ കണ്ടതല്ല സത്യം, ഇതിനപ്പുറത്തും ചില സത്യങ്ങളുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ നിനക്ക്? ഇതുവരെ നീ ഭൗതിക കണ്ണാൽ കണ്ടത് മാത്രമല്ല സത്യം. ഇന്ന് പകൽ അതിനപ്പുറത്തേക്ക് ദൈവരാജ്യത്തിൽ നിൽക്കുന്നവൻ ചിലത് കാണാൻ പോകുക. ഈ തൃശ്ശൂരിനകത്തും പരിശുദ്ധ പറയുന്നു, ചിലതൊക്കെ ദീർഘവീക്ഷണത്തോടെ കാണുവാൻ, അത് മാത്രമല്ല ദൈവിക ശക്തിയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചിലതൊക്കെ ആരും കാണാത്ത ചില കാഴ്ചകളെ കാണുവാൻ നിന്റെ കണ്ണുകളെ സ്വർഗം ഇന്ന് പകൽ തുറക്കട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ. റബല ഹദറ ജലഘടക ലക ദുരമനഘടകം അക്ഷസ് പ്രൗഢി ഘടക റഗൽ കമനഘടക ശന്തൽ കമനഘടകസേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എലീശ പ്രവാചക ശിഷ്യനോട് ചോദിച്ച പുള്ളി പറയും, ഞാൻ കാണുന്നത് മൊത്തം എന്നതാ, ഈ ശമരിയ സൈന്യം വീട് വളഞ്ഞിരിക്കുന്നതാ. പക്ഷേ ഒരു സന്ദർഭത്തിൽ എലീശ പ്രവാചകൻ അവനോട് പ്രാർത്ഥിച്ച, കർത്താവേ അവൻ്റെ കണ്ണൊന്നുകൂടെ ഒന്ന് തുറക്കണേ. ഒരിക്കൽ ദൈവം അവൻ്റെ കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ കണ്ടത്, ആമേൻ, ഈ ചുറ്റും നിൽക്കുന്ന സൈന്യമല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിറങ്ങി വന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ ഇവൻ കാണുകയാ. ഞാൻ നിങ്ങളോട് പറയാ, ഇതുവരെ കണ്ടതല്ല ചിലത് നിന്റെ ജീവിതത്തിൽ ഇനിയും കാണാനുണ്ട്. അത് കാണണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുക. ലോകം കാണുന്നത് പോലല്ല നീ കാണാൻ പോകുന്നേ. അവർ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി ചിലർ ഇതിനകത്ത് കാണും. പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായി. ഓ ശബറഖമന in the name of Jesus, ഇതിനകത്ത് ചില കണ്ണുകൾക്ക് ദൈവം അത് വെളിപ്പെടുത്താൻ. ഓറബാല ശന്തന റഗൽ കമനഘടക റീവ ശമനഘടക ശൈഡ പ്രൗഢി വിരിഘടക അത്യുന രക്ഷസ് കമനഘടകസേ. യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് പകലിലെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. Come on, receive the power. ഓറ ലബാസേരെ ധേരി ഖലമനമനഘടക ലക ദുരജലഘടക ശന്തൽ പ്രൗഢി വിരിഘടകസേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, യേശു 6 ദിവസങ്ങൾക്ക് ശേഷം മറുരൂപാമലയിൽ കയറി തൻ്റെ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യമോടെ ഇറങ്ങുക. 16-ാം അധ്യായത്തിൽ വായിച്ചതാണ്, നിങ്ങൾ ചിലർ അത് കാണും. ദൈവരാജ്യത്തിൽ മനുഷ്യപുത്രൻ നിൽക്കുന്നത് നിങ്ങൾ കാണും. ആ രാജ്യമോടെ ഓപ്പൺ ആവുകയാണ്, ആ രാജ്യമോടെ ക്രിയേറ്റ് ആവുകയാണ്. അതിനകത്ത് യേശു നിൽക്കുന്നത് വാസ്തവമായിട്ട് ഞാൻ പറയാം, ശിഷ്യന്മാർ 3 പേരും കാണുക. കണ്ടേച്ച് പറഞ്ഞു, താഴോട്ടിറങ്ങാൻ താല്പര്യമില്ല, ഈ രാജ്യത്തിനകത്ത് നിന്നാലോ. തമ്പുരാൻ പറഞ്ഞു, ഇതിങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തൊന്നുമില്ല, ഇത് ആത്മാവിൽ അങ്ങോട്ട് കയറുന്നൊരു ഏർപ്പാടാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു രാജ്യത്തിനകത്തോട്ട് കയറിയിട്ട് യേശു മലയിൽ നിന്ന് താഴോട്ട് വരികയാണ്.
ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, മലയുടെ മുകളിൽ നിന്ന് ആര് താഴോട്ട് വരുന്നു? യേശു താഴോട്ട് വരുമ്പോഴാണ് ഈ അപ്പൻ വന്ന് യേശുവിനോട് പറയുന്നത്, കർത്താവേ, എൻ്റെ മകനോട് കരുണ തോന്നണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കരുണ തോന്നണമെന്ന് പറഞ്ഞ ഈ അപ്പന് പരാതിയുണ്ട്. പലരുടെ മുൻപിലും ഞാൻ എൻ്റെ മകനെ കൊണ്ടുപോയതാ, പക്ഷെ ഇതുവരെ ഒരു സൗഖ്യം നടന്നിട്ടില്ല, ഇതുവരെ ഒരു വിടുതൽ കിട്ടിയിട്ടില്ല. യേശുവിനോട് പറയുന്നു, എൻ്റെ മകനെ എങ്ങനെങ്കിലും ഒന്ന് സൗഖ്യമാക്കണം. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോട് പറയാം, ഈ വിഷയം, ഈ വേദനയേറിയ വിഷയം, മോൻ്റെ ഭാവി തകർന്നിരിക്കുന്നു, അവൻ്റെ പഠനം തകർന്നിരിക്കുന്നു, അവൻ്റെ ജോലി തകർന്നിരിക്കുന്നു, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുമ്പോൾ ഈ അപ്പൻ വൈദ്യന്മാർ പറഞ്ഞത് കേട്ട് അവന് ചന്ദ്രരോഗം പിടിച്ചിരിക്കുന്നു. ഈ അപ്പൻ കാണുന്ന കാഴ്ച, വെള്ളം കണ്ടാൽ എൻ്റെ മകൻ വീഴും, തീ കണ്ടാൽ എൻ്റെ മകൻ വീഴും. ഇവനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് ഉള്ള സത്യാവസ്ഥ മുഴുവൻ അപ്പൻ കാണുന്നത് ഈ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ഇവനെ നോക്കിയപ്പോൾ കണ്ട കാര്യം, വെള്ളം കാണുമ്പോൾ വീഴുന്നവനെ അല്ല ഞാൻ കാണുന്നത്, തീ കാണുമ്പോൾ വീഴുന്നവനെ അല്ല ഞാൻ കാണുന്നത്. ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ നോക്കിയാൽ നീ കാണുന്നത് എന്നാന്നറിയാമോ? വെള്ളത്തിന്റെ മുമ്പിൽ, തീയുടെ മുമ്പിൽ അവനെ തള്ളിയിടുന്നവന് നിന്റെ കണ്ണിന് സ്വർഗം വെളിപ്പെടുത്തും. വൈദ്യന്മാർ കാണാത്തത് നീ കാണും, ദേശം കാണാത്തത് നീ കാണും, കുടുംബങ്ങൾ കാണാത്തത് നീ കാണും. ചില കണ്ണുകൾ ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ ശക്തമായി ചിലതിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആരും കാണാത്തത്, അവന്റെ അപ്പൻ തിരിച്ചറിയാത്തൊരു സത്യം, അവന്റെ കുടുംബം തിരിച്ചറിയാത്തൊരു സത്യം, ദേശക്കാർ വൈദ്യന്മാർ തിരിച്ചറിയാത്തൊരു സത്യം, ഇവനെ നോക്കി യേശു പറയുന്നു, നിന്റെ ചന്ദ്രരോഗം മാറട്ടെ നല്ല പറഞ്ഞത്, നിന്നെ തള്ളിയിടുന്ന ഒരു സ്പിരിറ്റ്, ഒരു സാധാന്യ ശക്തി നിന്റെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. യേശു പറഞ്ഞത് ഇങ്ങനെ, അശുദ്ധാത്മാവേ അവനെ വിട്ടുപോകാം. Holy Spirit, Rabala Hadar Jalagataga Laga Duramanagataga Shandal Kabanagataga Shaida Proudibirigataga. Hallelujah, Hallelujah. കർത്താവ് ഇങ്ങനെ പറയുന്നു, അപ്പൻ കണ്ടതല്ല ഞാൻ കാണുന്നത്, അവനെ ചികിത്സിച്ച വൈദ്യന്മാര് കണ്ടതല്ല ഞാൻ കണ്ടത്. കർത്താവ് ഒരു വാക്കുപോലും ചന്ദ്രരോഗത്തെ സൗഖ്യമാകുക എന്ന് യേശു ഒരു വാക്കുപോലും പറഞ്ഞില്ല. കാരണം യേശു കണ്ടത് വീഴുന്ന ചെറുക്കനെയല്ല, അവനെ തള്ളിയിടുന്ന സ്പിരിറ്റിനെയാണ്. ഇന്ന് പകൽ ദൈവരാജ്യത്തിന്റെ ശക്തിയിലാ നിൽക്കുന്നതെങ്കിൽ നാട്ടുകാര് കാണുന്നതല്ല നീ കാണാൻ പോകുന്നത്, പലർക്കും കാണാൻ കഴിയാത്ത ചില കണ്ണുകളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. തൊടുക. Power of Holy Spirit. നീ കാണും. നിന്റെ കണ്ണുകൾക്കൊരു ബലം പരിശുദ്ധാത്മാവ് തരുന്നു. കുടുംബക്കാർക്ക് കാണാൻ കഴിയാത്തത്, ദേശത്തിന് കാണാൻ കഴിയാത്തത്, പട്ടണങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഇന്ന് പകരം നിന്റെ കണ്ണിന് യേശുവിന്റെ നാമത്തിൽ ശപഥിക്കണം. ചില കണ്ണുകൾക്ക് ദൈവം വെളിപ്പെടുത്താൻ പോവുക, ചില കണ്ണുകൾക്ക് ദൈവം അത് വെളിപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്നവരുടെ ദൈവാത്മാ പറയുന്നു, നീ ലോകക്കാരെ പോലെയല്ല, നീ ലോകത്തിലുള്ളവനെ പോലെയല്ല. നീ വ്യത്യസ്തനാകാൻ പോവുക. തീ കാണുമ്പോ വീഴുന്നവനെ അല്ല നീ കാണുന്നത്, അവന്റെ പിന്നിൽ തള്ളിയിടുന്നൊരു സ്പിരിറ്റ്. നിന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ പോവുക. ദൈവരാജ്യത്തിന്റെ ശക്തിയില നീ നിൽക്കുന്നതെങ്കിൽ നിന്റെ കാഴ്ച തന്നെ വ്യത്യസ്തമാകാൻ പോവുക. എല്ലാവരും കാണുന്നതിനെ അല്ല നീ ശ്രദ്ധിക്കുന്നത്, അതിനപ്പുറം ചിലത് മാനുഷിക ദൃഷ്ടിക്ക് വെളിപ്പെടാത്ത ചിലത് നിന്റെ കണ്ണുകൾ കാണും. Praise God. Hallelujah. ചിലരെങ്ങനെ കാണാൻ പോവുക, അവന്റെ മുഖത്ത് സൂര്യന്റെ ശോഭയാ. ഇന്ന് പകൽ
ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോവാ. നിന്റെ കണ്ണുകൾ ആർക്കും കാണാൻ കഴിയാത്തതിനെ കാണാൻ പോവുകയാണ്. അസാധാരണമായ ചില ദൈവ പ്രവൃത്തികൾ നിങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു പറയും, ആമേൻ, നിങ്ങൾ കാണുന്നതിനെയല്ല ഞാൻ കാണുന്നത്, നിങ്ങൾ വെളിപ്പെടുത്തിയതല്ല എനിക്ക് വെളിപ്പെടുത്താനുള്ളത്. കാരണം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് തീ കൊണ്ട് വീഴുന്ന ചന്ദ്രരോഗം ബാധിച്ച ചെറുക്കനെയല്ല, അവനെ തള്ളിയിടുന്ന ഒരു സ്പിരിറ്റിനെ ഞാൻ കാണുകയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് ആമേൻ നിങ്ങളോട് പറയാനുണ്ട്, വെറും ഒരു രോഗമായിരുന്നെങ്കിൽ വൈദ്യന്റെ മരുന്ന് കൊണ്ട് മാറിയേനെ. പക്ഷെ വൈദ്യന്റെ മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയാത്ത ചിലതിന് ഇന്ന് പകൽ ആമേൻ ആത്മാവിന്റെ ദൃഷ്ടി കൊണ്ട് ചിലത് കാണാൻ പോവാണ്. വൈദ്യന്റെ മരുന്നിന് ചെയ്യാൻ കഴിയാത്ത ചിലത് പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിന്റെ ദൃഷ്ടി കൊണ്ട് ചിലത് ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ കണ്ണുകളുടെ മേൽ ഒരു ദൈവത്തിന്റെ തേജസ് യേശുവിന്റെ നാമം ചെയ്യാ. ഇന്ന് പകലിൽ ആ തേജസ് നിന്റെ കണ്ണുകളിൽ ചലിക്കട്ടെ. അവരെല്ലാവരും കാണുന്നത് കാണാനല്ലെന്ന് നിന്റെ ദൈവം വിളിച്ചത്. പ്രാർത്ഥിക്കുന്നു, നിന്നെ നോക്കി സ്വർഗം പറയുന്നു, എല്ലാവരും കാണുന്നത് കാണാനല്ല, നീ കാണും. ചിലർ പലരുടെയും കണ്ണുകൾക്ക് പിടിക്കാത്തത്, പലർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഈ ലോകത്തിന്റെ മറവായിരിക്കുന്ന ചിലത്, ആത്മദൃഷ്ടിയുള്ള ചിലതിന് സ്വർഗം വെളിപ്പെടുത്തുന്ന സീസണായി ഇത് മാറും. യെസ് 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 യെസ്. യേശുവിന്റെ നാമത്തിൽ ജയം. നിങ്ങൾ കാണുന്നത് വീഴുന്ന ചെറുക്കനെയാണ്. പക്ഷേ വീഴുന്നതിൻ്റെ കാരണം വൈദ്യൻ പറഞ്ഞത് ചന്ദ്രരോഗം എന്നാണ്. പക്ഷെ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും കാണുന്നില്ല. ഞാൻ കാണുന്നത് അവൻ്റെ മേലൊരു അശുദ്ധാത്മാവ് നിൽക്കുന്നതാണ്. ഇന്ന് പകൽ നൂറുകണക്കിന് വ്യക്തികൾ അവനെ കണ്ടവരുണ്ട്. ഒരു ഗ്രാമം മുഴുവനും അവനെ കണ്ടതാ. എന്നിട്ടും അവർക്കാർക്കും കാണാൻ കഴിയാത്ത ഒന്ന് യേശുവിൻ്റെ കണ്ണിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ്, പലർക്കും കാണാൻ കഴിയാത്തത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിൽക്കുന്ന നിന്റെ കണ്ണുകൾക്ക് ചിലത് ഓപ്പനാകും. യെസ്. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ അകത്താണ് നീ കയറുന്നതെങ്കിൽ എല്ലാവരും കാണുന്ന കാഴ്ചയല്ല നീ കാണാൻ പോകുന്നത്. പലർക്കും കാണാൻ കഴിയാത്തത് നീ കാണും. പലരുടെയും കണ്ണുകൾക്ക് വെളിപ്പെടാത്തത് നിന്റെ കണ്ണിന് ദൈവം തരും. ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കുന്നവന്റെ കാഴ്ചപ്പാട് അങ്ങനെയാ. ഹല്ലേലൂയ. കേൾക്കുന്ന ചിലർക്ക് തോന്നും വട്ടാണോ എന്ന് ചോദിക്കും. കുഴപ്പമില്ല, ആണെന്ന് പറഞ്ഞു. സത്യമാകുന്ന ഒരു സീസൺ ഉണ്ട്. ആമേൻ. ഇത് കേൾക്കുന്നവർ ചിലർക്ക് ചോദിക്കും, അവന് മുഴുവൻ പ്രാന്ത. കുഴപ്പമില്ലെന്നേ. ആമേൻ. തിരിച്ചു വരും അവരൊക്കെ. ആമേൻ. ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, ചോദിച്ചവരൊക്കെ ദൈവം തിരിച്ചു വരുത്തിയിട്ടുണ്ടാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഈ 17-ാം അധ്യായം വായിക്കുമ്പോൾ ഒന്നല്ല യേശു കണ്ടത്, തൊട്ടടുത്ത ഭാഗത്തിൽ അടുത്തൊരു സംഭവം നടക്കുന്നുണ്ട്. കാരണം ദൈവരാജ്യത്തിന്റെ അകത്തോട്ട് കയറുന്ന നീ കാണുന്നത് സാധാരണ കാഴ്ചയല്ല, അസാധാരണ കാഴ്ചയാണ്. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ തൃശ്ശൂരിനകത്തും ആരുടെയൊക്കെ ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്നു മുതൽ നിന്റെ കണ്ണിൽ ദൈവം വെളിപ്പെടുത്തും. ആമേൻ. കാര്യങ്ങളെയല്ല, ചില കാരണങ്ങളെ കാണിക്കാൻ പോവുക.
തീ കാണുമ്പോഴും വെള്ളം കാണുമ്പോഴും വീണുപോകുന്ന ചില അസ്വസ്ഥതകളല്ല കാണുന്നത്. കഷ്ടത്തിന്റെ മുമ്പിൽ പെടയുന്ന അസ്വസ്ഥതയല്ല, കഷ്ടപ്പെടുത്തുന്ന ചില കാരണങ്ങൾ ചില കണ്ണുകൾ കൊണ്ട് കാണാൻ പോവുക. ഇന്ന് പകൽ കൃപയിൽ നിൽക്കുന്നവന് അത് വെളിപ്പെട്ടാൽ ഒന്നുകൂടെ ഞാൻ പറയാം, നീ അതിനെ പുറത്താക്കും. യേശുവിന്റെ നാമത്താൽ ജയം. ഒരു സംഭവം കൂടെ ബൈബിളിലുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു സംഭവം അപ്പൻ പറഞ്ഞു ചന്ദ്രരോഗമാണ്, രോഗം വരെ വിവരിച്ചു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു രോഗത്തിന്റെ സ്വഭാവം തീ കാണുമ്പോൾ എന്ത് ചെയ്യും? വീണു പോകുന്നു. ആമേൻ. പിന്നെ വെള്ളം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? വീണു പോകുന്നു. ഇത് രോഗത്തിന്റെ സ്വഭാവമാണ്. അപ്പൻ അതേ അറിയാവൂ. ഈ അപ്പൻ ആരാ പറഞ്ഞു കൊടുത്തേ? വൈദ്യം പറഞ്ഞു കൊടുത്തു, ഇതാണ് രോഗത്തിന്റെ സ്വഭാവം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. ആ സ്വഭാവം ഉണ്ടെങ്കിൽ നിന്റെ രോഗം ഇതാ. പക്ഷെ ചന്ദ്രരോഗത്തിന് മരുന്ന് കൊടുത്തിട്ടും കഴിച്ചിട്ടും ഈ കൊച്ചനതുവരെ വെടിവെക്കപ്പെട്ടിട്ടില്ല. യേശുവിനറിയാം അവൻ സ്വഭാവം പലതും കാണിക്കും. അവൻ ഭോഷ്ക, അവൻ കള്ളന, അവൻ പല സ്വഭാവവും നിന്നെ കാണിക്കാം. നിന്റെ ആത്മീയത്തെ തെറ്റിക്കാൻ, നിന്റെ ജീവിതത്തെ തെറ്റിക്കാൻ. പക്ഷെ ഇന്ന് ആത്മ കണ്ണുകൊണ്ട് നോക്ക, അവൻ ആരാന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു മരുന്നും നിനക്ക് വേണ്ടി വരത്തില്ല. അവൻ നിന്റെ ജീവിതം വിടാൻ പോവുക. ഇതതിന്റെ സ്വഭാവമാണെന്ന് പറയാൻ, ഇത് ഈ രോഗത്തിന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച ചില മേഖലകൾ നിന്റെ ജീവിതത്തിൽ കാണും. പരിശുദ്ധാത്മ പറയുന്നു, നീ ആത്മ കണ്ടുകൊണ്ട് നോക്ക. ആ സ്വഭാവത്തെ അല്ല, അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു അശുദ്ധ സ്പിരിറ്റാ. Wow, wow, Holy Spirit, Holy Spirit, Holy Spirit. Ribala hadara jala gadaga laga duramana gadaga. Vaishas proudi biri gadaga rakshas kamana gadaga shandal kamana gadaga. Say hallelujah. Amen. ദൈവരാജ്യത്തിനകത്തോട് കയറുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കണ്ണുകൊണ്ടെന്നല്ല, ആത്മാവിന്റെ കണ്ണുകൊണ്ടാണ്. ആത്മാവിന്റെ കണ്ണുകൊണ്ടാണ്. തൊട്ടടുത്ത നിമിഷത്തിൽ യേശു ഈ സംഭവമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുക. വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കൂട്ടർ യേശുവിനെയും ശിഷ്യനെയും പിടിച്ചു നിർത്തി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് യേശു വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഒരാളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേര് പത്രോസ് എന്നാണ്. യേശുവിനെ പിടിച്ചു നിർത്തുക. യേശുവിനെ പിടിച്ചു നിർത്തുന്നല്ല, യേശു കടന്നു പോകുമ്പോൾ ഒരു ചോദ്യത്തിന് മുമ്പിൽ യേശു ഇങ്ങനെ നിൽക്കുകയാണ്. ചോദ്യം മറ്റൊന്നുമല്ല. ആമേൻ. പത്രോസിനെ വിളിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ ഗുരു എന്താ കരം കൊടുക്കുന്നില്ലേ? ഈ ചോദ്യം യേശു കേട്ടിട്ട് യേശു വീട്ടിലേക്ക് പോയി. കയ്യിൽ കാശില്ലായിരുന്നു കൊടുക്കാൻ. അവേ കയ്യിൽ എന്തില്ല? കാശില്ല. കർത്താവ് വീട്ടിലേക്ക് പോയിട്ടല്ലെങ്കിൽ പാർക്കുന്നിടത്തേക്ക് ചെന്നിട്ടാ പത്രോസിനെ വിളിച്ചേച്ച് കാര്യം ചോദിച്ചു. എന്നടാ അവർ പറഞ്ഞു കർത്താവേ അങ്ങ് കരം കൊടുക്കുന്നില്ലല്ലോ എന്നാ അവർ സൂചിപ്പിച്ചേ. എന്താ കരം കൊടുക്കാത്തതെന്ന് അവർ ചോദിച്ചു. എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, മനുഷ്യപുത്രന്മാരും ഒഴിവുള്ളവരല്ല, ചെയ്യേണ്ടത് ഇവിടെ ചെയ്തേ പറ്റത്തുള്ളൂ ഭൂമിയിലുള്ള കാലം. ആമേൻ. എന്നിട്ട് പത്രോസിനോട് കർത്താവ് എന്നാ പറഞ്ഞേ? എവിടെന്തെങ്കിലും ചെന്ന് എനിക്കും നിനക്കും കാശുണ്ടാക്കാനല്ല പറഞ്ഞേ. കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ കടലിൽ പോയി ചൂണ്ടലിടണം. അല്ലേ? ആ ഭാഗം അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഈ 17-ാം അധ്യായം താഴോട്ട് വായിക്കണം. കടലിൽ ചെന്നിട്ടാ നീ എന്ത് ചെയ്യണം? ചൂണ്ടലിടണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആത്മാവിൻ്റെ ദൃഷ്ടി നിന്നിൽ തുറന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ എങ്ങും അല്ല കാണുന്നത്, ഇതിനപ്പുറത്ത് ചില മേഖലകൾ ചിലത് കാണാൻ പോവുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, നിന്റെ മേൽ ദൈവാത്മാവിൻ്റെ ദൃഷ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഇവിടെ ഇരുന്നാലും ആമേൻ ആഴങ്ങളിലെ ചില കാഴ്ചകൾ നിന്റെ കണ്ണ് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ചുമ്മാ പറയുകയല്ല, ദൈവരാജ്യത്തിന്റെ അകത്താ നീ നിൽക്കുന്നെങ്കിൽ ആമേൻ ചിലത് കാണുവാൻ തക്കവണ്ണം നിന്റെ കണ്ണുകൾ ഇന്ന് പകലിൽ പവർഫുൾ ആകാൻ പോവുകയാ. കണ്ണാടി വെച്ചാലും കാണാത്തത് ആത്മതലത്തിൽ ദൈവം നിനക്ക് തുറക്കാൻ പോവുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ഇതുവരെ പലർക്കും വെളിപ്പെടാത്ത ചിലത് പലർക്കും വെളിപ്പെടാത്ത ചിലത്. ആമേൻ.
ഞാൻ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ ചിന്തിച്ചു, കർത്താവേ, എവിടെങ്കിലും തൊട്ടടുത്തെവിടെങ്കിലും ഒരു ചതുരദ്രഹ്മ പണം കിട്ടിയിരുന്നെങ്കിൽ പത്രോസിനും ഗുരുവിനും കരം കൊടുക്കാമായിരുന്നല്ലോ. ഇത്രയും നടക്കണോ? ഇത്രയും ചൂണ്ടലെടുത്തുകൊണ്ട് പോണോ? ആ പൊരി വെയിലത്ത് ചൂണ്ടലിട്ട് കാത്തിരിക്കണോ? ഇതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യത്തിൽ നിൽക്കുന്നവന്റെ കണ്ണങ്ങനാടാ. ആമേൻ. ആരും കാണാത്ത ചിലത് അവൻ കാണാൻ പോകുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ആർക്കും കാണാൻ കഴിയാത്ത ചിലത് അവന്റെ കണ്ണുകൾക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ചിലരുടെ വിഷൻ, ഓ ദൈവരാജ്യത്തിന്റെ വിഷനാകട്ടെ. Yes, the holy power of Holy Spirit. യേശുവിന്റെ നാമത്താൽ ജയ. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാല കണ്ണുകൾ തുറക്കണം. ഇതിനകത്ത് പലർക്കും കാണാൻ കഴിയാത്ത ചിലത് ഇന്ന് പകൽ ദൈവജനം കാണട്ടെ. ഓ ഹല്ലേലൂയ. ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യേശുക്രിസ്തു പത്രോസിനോട് പറയുക, എടാ നീ പോയി കടലിൽ എന്ത് ചെയ്യണം? ചൂണ്ടലിടണം. എന്നിട്ട് കർത്താവ് എന്നാ പറഞ്ഞേ? ആദ്യം കിട്ടുന്ന മീൻ പിടിക്കണം. ആദ്യം കിട്ടുന്ന മീൻ, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, സൈസ് ഒന്നും നോക്കരുത്. നിനക്കാവശ്യം നന്മയാണ്, എനിക്കും ആവശ്യം കരം കൊടുക്കാനുള്ള നന്മയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മീന് പിടിച്ച് വിറ്റിട്ടുള്ള പരിപാടി അല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നേ. അമ്മ, നീ ചൂണ്ടലിട്ടാൽ ഞാൻ ഇപ്പോഴേ കാണുക, ഒരുത്തൻ ഒരു മീന് ഒരു ചതുരദ്രഹ്മ പണവും വിഴുങ്ങിയിട്ട് ദേണ്ടേ ഇതുവഴി കിടന്ന് പിടയ്ക്കുക. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ ചതുരദ്രഹ്മപ്പണം എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് മീന് വിഴുങ്ങി, അല്ല ഇത് മീന് വിഴുങ്ങിക്കഴിയുമ്പോൾ അതകത്തോട്ട് പോകില്ല എന്നത് വലിയ സത്യമാണ്. കാരണം യേശു പറഞ്ഞ വാക്യതാണ്, വായ് പിളർന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണും. ഇതൊക്കെ അകത്തോട്ട് പോയാൽ കാണാൻ പറ്റുമോ? ഇല്ല. അവൻ അപ്പോൾ അത് തൊണ്ടയിൽ കുരുങ്ങിയിരിക്കുക. വളരെ വ്യക്തമാണ് യേശുവിൻ്റെ കാഴ്ച. എവിടെ ഇരിക്കുന്നു? ത്രോട്ടിൽ, തൊണ്ടയിൽ തന്നെ കുരുങ്ങിയിരിക്കുക. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മീൻ എന്തായാലും രക്ഷപ്പെടില്ല. ഈ മീൻ എന്തായാലും ഇതിന് പുറത്തോട്ട് പോകില്ല, അകത്തോട്ട് പോകില്ല. മിക്കവാറും മീൻ അവിടെ തീരും. പക്ഷേ കർത്താവ് പത്രോസിനോട് പറഞ്ഞിടാ, ചാകാനിരിക്കുന്ന ഒരു സാധനം ദേണ്ട ഇവിടെ കിടന്നിങ്ങനെ പടഞ്ഞുകൊണ്ട് വരിക, ചൂണ്ടലിട്, അതിനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ആമേൻ. കർത്താവ് എന്നാ പറഞ്ഞേ? കൊല്ലണമെന്നല്ല പറഞ്ഞേ, വാ പൊളിച്ചു നോക്ക്, അതിനകത്തൊരു ദ്രഹ്മപ്പണം കാണും. ഈ മീൻ ആവശ്യമില്ലെന്ന് തോന്നിയാ നീ വേണമെങ്കിൽ പിന്നെയും തിരിച്ചു വിട്ടേരെ. എനിക്കൊരു കാര്യം പിടികിട്ടി, ചാകാനിരുന്നവനെ കൊണ്ടുവന്നു. ആമേൻ. അവന് സൗഖ്യവുമാക്കി. ആമേൻ. അവന്റെ തൊണ്ടയ്ക്കകത്തിരുന്ന ചതുരദ്രഹ്മപ്പണം എന്ത് ചെയ്തു? കർത്താവിനും പത്രോസിനും ടാക്സും കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്ക, നഷ്ടം ആർക്കുമില്ല. ഉണ്ടോ? നിങ്ങൾ എന്ത് പറയാ? നഷ്ടം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും നഷ്ടമില്ല. പക്ഷെ ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്നവൻ നഷ്ടം വരുത്തത്തുമില്ല. പക്ഷെ കാര്യങ്ങൾ അങ്ങനല്ല. പലർക്കും കാണാൻ കഴിയാത്തത് അവന്റെ കണ്ണുകൊണ്ടവൻ കാണാൻ പോവുക. ഇന്ന് പകലിൽ ഇതിനകത്ത് ആരോട് പറയും, നീ നഷ്ടപ്പെടുത്തുകയല്ല, പല നഷ്ടങ്ങളെയും പലർക്ക് ലാഭമാക്കി മാറ്റാൻ. യേശുവിന്റെ നാമത്താൽ ജയ. പല നഷ്ടങ്ങളും ലാഭമാകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഈ കടലിനടിയിൽ കൂടെ പോകുന്ന മീനിന്റെ വായിൽ ദ്രഹ്മപ്പണം ഇരിക്കുന്നെന്ന് എങ്ങനെ അറിയാം? അവളെ കർത്താവ് പറഞ്ഞേടാ, എല്ലാവരും കാണുന്ന കണ്ണല്ല എൻ്റെ കണ്ണ. എല്ലാവരുടെയും കാഴ്ച പോലല്ല ദൈവരാജ്യത്തിൽ നിൽക്കുന്നവന്റെ കാഴ്ച. ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശക്തിക്കകത്തോട്ട് കയറി വന്നാൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് നോർമലിയുള്ളതല്ല, പിന്നെയോ അസാധാരണമായ ചിലത് കർത്താവ് നിന്റെ കണ്ണിന് വെളിപ്പെടുത്തുക. അവൻ ചന്ദ്രരോഗം പിടിച്ച് കിടന്നവരോട് യേശു പറഞ്ഞു, രോഗം സൗഖ്യമാകട്ടെ എന്നല്ല, അശുദ്ധാത്മാവേ വിട്ടുപോ. ഇന്ന് മകൾ കരത്തിന് വേണ്ടി യാചിച്ചവനോട് യേശു പറഞ്ഞു, മീനെ പിടിക്കുക, അതിന്റെ വായിൽ ചിലതുണ്ട്. ഓ റബല ഹദര ജലഘടക ലഗസിയംധന റീഗക്ഷമനഘടക ശന്തൽ പ്രൗഢി വിരിഘടകസെ, അതിന്റെ വായിൽ ചിലതുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇവിടെയുള്ള കാഴ്ച, ഇവിടുത്തെ കാഴ്ചയല്ല നമുക്ക് വേണ്ടത്. ആമേൻ. ആത്മാവിൻ്റെ കണ്ണുള്ളവൻ നിന്റെ കാഴ്ചപ്പാട് വേറെയാ. നീ കാണുന്നത് ഇവിടുത്തെ മീനല്ല, ചൂണ്ടലിട്ട കിട്ടുന്നത് എന്നാ മീനല്ലേ. പക്ഷെ യേശു പറയും, ഞാൻ കാണുന്നത് മീനല്ലടാ, ചൂണ്ടലിട്ട കിട്ടുന്നത് ചതുർദ്രഹ്മ പണമാ എന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. ഇതിനകത്തും നിന്റെ കാഴ്ചയ്ക്കും അപ്പുറം ചിലത് നിന്റെ കണ്ണ് കാണാൻ പോവുക. പലർക്കും മറവായിരിക്കുന്ന ചിലത് നിന്റെ കണ്ണിന് സ്വർഗം വെളിപ്പെടുത്താൻ പോവുക. പലർക്കും അത്ഭുതമാകുന്ന ചിലത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ പകലിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ ഓഗസ്റ്റ് മാസം ആരും കാണാത്ത ചില മിറക്കിളുകൾ നിന്റെ കണ്ണ് കാണും. ആർക്കും കാണാൻ കഴിയാത്ത ചില സാമ്പത്തിക ബ്ലെസ്സിങ്ങുകൾ നിന്റെ കണ്ണ് കാണും. ആർക്കും ലഭിക്കാത്ത ചില സൗഖ്യങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണും. യേശുവിന്റെ നാമത്തിൽ ജയ. ഈ പകലിൽ ആ മിറക്കിൾ സംഭവിക്കട്ടെ. സ്വർഗം പറയുന്നു, ആർക്കും കാണാൻ കഴിയാത്തത് നിങ്ങളുടെ കണ്ണ് കാണാൻ പോവുക ബ്രദറെ. ആർക്കും കാണാൻ കഴിയാത്തത് നിങ്ങളുടെ കണ്ണ് കാണുക സിസ്റ്ററെ. യെസ്, പലർക്കും തോന്നുന്നു ഇത് മറ്റെന്തോ പ്രശ്നമാ. ഒരു പ്രശ്നവുമല്ല. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്റെ കണ്ണുകളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, ഇതിനകത്ത് നിൽക്കുന്ന നിന്നോട് ഞാൻ പറയുക, അവർ കാണുന്നതല്ല നീ കാണുന്നത്. നിന്റെ അകത്തെ കാഴ്ച വേറെയാ. ദൈവരാജ്യത്തിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുമ്പോൾ 17-ാം അധ്യായം അങ്ങനെ അവൻ്റെ മുഖം സൂര്യന് പോലെ ശോഭിച്ചു. ആമേൻ. ഈ ബാലന്റെ ചെറുപ്പം മുതൽ ആ പ്രായം വരെയും അവനെ വേട്ടയാടിയിരുന്നത് ചന്ദ്രരോഗമെന്നോ ഫിക്സ് എന്നോ അപസ്മാരമെന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ യേശു പറയും, ഇതൊന്നുമല്ല. ഈ സ്വഭാവത്തെ വെളിപ്പെടുത്തി ഒരു ദുരാത്മാവ് അവൻ്റെ ശരീരത്തിൽ വസിക്കുകയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ലക്ഷണങ്ങൾ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ശരിയായിരിക്കാം. നിന്റെ ശരീരം പ്രകടിപ്പിക്കുന്ന രോഗലക്ഷണങ്ങൾ റൈറ്റ് ആയിരിക്കാം. പക്ഷെ മരുന്ന് കഴിച്ചിട്ടും ഭേദം വരുന്നില്ലെങ്കിൽ, വൈദ്യന്മാര് തൊട്ടിട്ടും ഭേദം വരുന്നില്ലെങ്കിൽ, ഈ ലക്ഷണങ്ങളെ വച്ച് നിന്നെ വഴിതിരിക്കുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ ഇന്ന് കൃപയുള്ളവന്റെ കണ്ണിൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ചില കണ്ണുകൾ കൊണ്ട് നീ കാണും. കണ്ടാ മാത്രം പോരാ, നീ നിൽക്കുന്നത് ദൈവരാജ്യത്തിന്റെ മണ്ഡലത്തിലാണെങ്കിൽ ഒരൊറ്റ ശാസന കൊണ്ട് ചിലത് ശരീരങ്ങളെ വിടും. In Jesus name. Hallelujah. Rakhabalaba shekiriyamthana. Amen. ചില വീടുകൾക്കകത്ത് പതിയിരിക്കുന്ന ചിലതെല്ലാം ഇന്ന് പകൽ മാറട്ടെ. നിന്റെ കുടുംബത്തിൽ മരുന്ന് കഴിച്ച് ഗതിയില്ലാതിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, രോഗമായിരുന്നെങ്കിൽ അത് സൗഖ്യമായേനെ. പക്ഷേ രോഗത്തിന്റെ സ്വഭാവം കാണിച്ച് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ ഇന്ന് പകൽ നിന്റെ ശരീരങ്ങളെ വിടട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗ സ്പിരിറ്റുകൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ മാറട്ടെ, ശാപ സ്പിരിറ്റുകൾ മാറട്ടെ. ഇന്ന് പകൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സകലവിധ രോഗലക്ഷണങ്ങളെ വെച്ച് വേട്ടയാടുന്ന പൈശാചിക തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ചില ലക്ഷണങ്ങളെ വെച്ച്, രോഗങ്ങളുടെ ലക്ഷണങ്ങളെ വെച്ച് നിന്നെ അവൻ തെറ്റിപ്പിച്ച് വച്ചേക്കുന്ന ചിലതിനെ ഇന്ന് കണ്ണാലെ കണ്ട് അവരെ പുറത്താക്കേണ്ട സമയമാ. Wow, Holy Spirit.
കർത്താവ് പറയുന്നില്ല, ഇനി അവനെ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, ഇനി അവനെ ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, ഇനി അവൻ മറഞ്ഞു കിടക്കാൻ പറ്റത്തില്ല. കാരണം ദൈവരാജ്യത്തിനകത്തുനിന്നൊരുവൻ നോക്കുക, അപ്പൻ്റെ വീട്ടിലൊരു സമാധാനം വന്നേ പറ്റൂ. ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ. വൈദ്യന്മാർക്ക് മറുപടികൾ കൊടുത്തേ പറ്റൂ. ചില തലമുറകൾക്ക് മറുപടികൾ കൊടുത്തേ പറ്റൂ. അവൻ ദേശത്തെ ചുങ്കം പിരിക്കുന്നവന് മറുപടി കൊടുത്തേ പറ്റൂ. ഇത് ദൈവരാജ്യത്തിൽ നിന്നാൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? യേശു തെളിയിച്ചിരിക്കുക, നിനക്കും ചിലത് ചെയ്യാൻ പറ്റും. വാഹ്, ഹല്ലേലൂയ, ആമേൻ. ദൈവരാജ്യത്തിനകത്ത് കയറിയ ചിലരുടെ ചോദ്യം അതാണ്, ദൈവരാജ്യത്തിനകത്ത് കയറിയാൽ വല്ലതും നടക്കുമോ എന്നുള്ളതിൻ്റെ മറുപടിയാ 17-ാം അധ്യായം. ദൈവരാജ്യത്തിനകത്ത് കയറിയാൽ എന്നാ നടക്കും? ഞാൻ പറയും, രോഗത്തിന് ശാന്തി വരുത്താൻ ദൈവത്തിനറിയാം, നിന്റെ ദാരിദ്ര്യത്തെയും മാറ്റാൻ ദൈവത്തിനറിയാം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഒന്ന്, കൊടുക്കാൻ കാശില്ലാത്തതല്ലേ ദാരിദ്ര്യം. കയ്യിലുണ്ടായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നല്ലോ. പക്ഷെ ഒരൊറ്റ കാര്യം കൊണ്ട്, ആ കണ്ണിന്റെ വെളിപ്പാട് കൊണ്ട് കർത്താവ് ആ ദാരിദ്ര്യത്തെ മാറ്റി. 2, ആമേൻ, ഈ ദൈവരാജ്യത്തിനകത്തോട്ട് കയറിയാൽ രോഗം വന്നാൽ എന്നാ ചെയ്യും? ഞാൻ പറയും, നീ ഒന്നും ചെയ്യണ്ട, കാണേണ്ടവനെ കാണും, അവനോട് പോകാൻ പറഞ്ഞാൽ മതി, പിന്നെ അവൻ നിന്നെ വേട്ടയാടത്തില്ല. കരകളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിലൊരു സിസ്റ്ററുണ്ട്. ആമേൻ. ഈ സിസ്റ്റർ വലിയ രോഗത്താൽ ഭാരപ്പെടുക, പിത്തസഞ്ചിക്കകത്ത് കല്ലും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്. ആമേൻ. താന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ താനിങ്ങനെ ഒതുക്കപ്പെട്ടു, അങ്ങനെ ഹോസ്പിറ്റലൈസ് ആയിപ്പോയി. ഡോക്ടർ ഈ സഹോദരി ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നും പറ്റത്തില്ല, നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടോണം. അങ്ങനെ ഡോക്ടർ കാര്യം കണ്ടുപിടിച്ചു, കുറച്ചൊക്കെ കാര്യം കണ്ടുപിടിച്ചു. ഡോക്ടർ പറഞ്ഞു, ഞങ്ങളെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പിത്തസഞ്ചിക്കകത്ത് കല്ല്. ആമേൻ. അത് വളർന്നിട്ട് ഒത്തിരി 18 കല്ലുകളാണ് പറഞ്ഞത്, 18 കല്ലുകൾ ഇതിനകത്തേക്ക് നിറഞ്ഞു കിടക്കുക. കിഡ്നി സ്റ്റോൺ അല്ല കേട്ടോ, ആമേൻ, പിത്തസഞ്ചിക്കകത്തുള്ള കല്ല. അപ്പോൾ ഇത് നിറഞ്ഞു കിടക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്പം കഴിച്ചാൽ തന്നെ പ്രശ്നമാണ്. സഹോദരയുടെ ഈ ഭാഗവും കുറുക്കും ഒക്കെ ഒരുമിച്ച് വേദന എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കുഴങ്ങുക. അങ്ങനെ ഹോസ്പിറ്റലിൽ 1-2 ആഴ്ച അഡ്മിറ്റായി. ആ സമയം അവിടെ നിന്ന് ഒരു ഇച്ചിരി ആശ്വാസം വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഓപ്പറേഷൻ ചെയ്യത്തില്ലത്, മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തു. മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ, ഗാസ്ട്രോ വിഭാഗത്തിലെ 3 ഡോക്ടർമാർ നോക്കിച്ചു പറഞ്ഞു, ആമേൻ, ഇത് ഞങ്ങളെ കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ഡോക്ടർമാരും കൈവിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്കിയാൽ അവർ പറയും, ബുദ്ധിമുട്ടാണ്, ചെയ്യാം, 7-8 ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ആമേൻ, ഈ ഒരു സിറ്റുവേഷനിൽ ഈ നിൽക്കുന്ന സമയത്ത് ഈ സഹോദരിക്ക് വലിയ വിശ്വാസം, പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. ആമേൻ. സ്കാനിങ് റിപ്പോർട്ടുകൾ ഒന്നല്ല, പലതുണ്ട്. MRI സ്കാനുണ്ട്, പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ സഹോദരിയുടെ കയ്യിലുണ്ട്. ആമേൻ. സഹോദരി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മനപ്രയാസം, തളർന്നോ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാം കൊണ്ട് ഒതുങ്ങിയിരിക്കുക. പക്ഷേ സഹോദരിക്കൊരു വിശ്വാസം, പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. ഞാൻ പറയട്ടെ സഹോദരി, ആ വീട്ടിൽ ഞങ്ങൾ പ്രയർ ക്രമീകരിച്ചു, ആ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ 2 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥനയിൽ ആ സഹോദരിക്ക് ഒരു അനുഭവം ഉണ്ടായി. ആ സഹോദരിയുടെ കയ്യെ ദൈവം തൊട്ടു. കയ്യിൽ ആരോ പിടിക്കുന്നു എന്ന് സഹോദരി പറഞ്ഞു. എനിക്ക് മനസ്സിലായി, കർത്താവ് തൊട്ടതാ. ആ കയ്യിലൂടെ തന്നെ ഒരു ദൈവശക്തിയെ ശരീരത്തിലോട്ട് ഇറങ്ങി, അതെൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വ്യാപരിച്ചു. അപ്പോ ആ സഹോദരിയുടെ ഈ ഭാഗത്തൊരു ബഡ്ജ് ചെയ്തിരിക്കുമായിരുന്നു, നീര് വന്നിട്ട് ബഡ്ജ് ചെയ്ത്. സഹോദരിക്ക് അത് അറിയാം, കൈ വെച്ച് നോക്കിയാൽ അറിയാം, അതിൻ്റെ ലക്ഷണമാണ്. ബഡ്ജ് ചെയ്തിരിക്കുമായിരുന്നു. ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. സഹോദരൻ നിലത്ത് കിടക്കുക, പ്രാർത്ഥനയിൽ തന്നെ കിടക്കുക. ചില സ്പിരിറ്റുകളെ സഹോദരി എന്നൊക്കെ പൊട്ടുന്നത് ഞങ്ങൾ ആത്മാവിൽ കണ്ടു. ആമേൻ. ആ സഹോദരിയുടെ കയ്യിലൂടെ ശക്തി ഇറങ്ങി. ഇച്ചിരി ഒരു 10-20 മിനിറ്റോളം സഹോദരി ആത്മതലത്തിലായിരുന്നു. ദാറ്റ് മീൻസ് ആമേൻ, ഇവിടെ അല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിയന്ത്രണത്തിനകത്ത് സഹോദരി ആയിപ്പോയി. ദൈവശക്തി വ്യാപരിച്ചു. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ സ്പിരിറ്റുകൾ അഴിയണം, കെട്ടുപൊട്ടണം, ആ ബന്ധനങ്ങൾ മാറണം, കല്ലുകൾ മാറണം. ഞാൻ പറയട്ടെ, ഈ സഹോദരി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ആരോ പിടിച്ചു. പാസ്റ്ററിനെ പിടിച്ചോ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, പോട്ടെ, അതല്ല, പക്ഷെ എൻ്റെ കയ്യിൽ കർത്താവ് പിടിച്ചത് ഞാൻ കണ്ടു. ആമേൻ. ദൈവശക്തി എൻ്റെ ശരീരത്തിനകത്തോട്ട് ഇറങ്ങുന്നത് ഞാൻ കണ്ടു.
എൻ്റെ ഈ ഭാഗത്ത് എന്തോ സംതിങ് ആമേൻ അവിടെ സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് ആ സഹോദരി പെട്ടെന്ന് തടകി നോക്കിയിട്ട് പറയുക, പാസ്റ്ററെ ബഡ്ജ് ചെയ്തിരുന്ന നീരവിടെ കാണാനില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, ആമേൻ, ഈ സഹോദരിയുടെ ശരീരത്തിനകത്ത് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമില്ല എന്ന് വിധി പറഞ്ഞ ഓപ്പറേഷന് വേണ്ടി കാത്തുകിടക്കുന്ന സഹോദരിയ, അത് ചെയ്യാൻ പോലും ഡോക്ടർമാർക്ക് മനസ്സില്ല. കാരണം ക്രിട്ടിക്കൽ സ്റ്റേജ്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഒന്നുകൂടെ നന്നായിട്ട് നോക്ക്, സഹോദരന് കുഴപ്പമില്ല, ഇവിടെ വേദന ഉണ്ട്. ആ കുനിഞ്ഞു നിന്ന് നോക്കിയിട്ട് ഇവിടെ വേദനയില്ല, കുറുക്കില് അവിടെ ഇപ്പൊ വേദനയില്ല, പാസ്റ്റർ എന്നെ യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ. എല്ലാ ഭക്ഷണവും കഴിക്കാൻ പാടില്ല സഹോദരിക്ക്, കഴിച്ച പ്രശ്നമാണ്. പക്ഷേ സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇന്ന് ഞാൻ എല്ലാം കഴിച്ചു. ആമേൻ. മീറ്റിംഗ് കഴിഞ്ഞു, പിറ്റന്നോടെ മീറ്റിംഗ് ഉണ്ട്, 2 ദിവസം പ്രയർ വെച്ചോടെ. പിറ്റന്ന് ഞങ്ങൾ പോയപ്പോൾ പാസ്റ്ററെ പോയി കഴിഞ്ഞ സമയത്ത് എന്തൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു എല്ലാം ഞാൻ കഴിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി. ഇതുവരെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്തൊക്കെ കഴിക്കരുതെന്ന് എന്നോട് പറഞ്ഞു, അതെല്ലാം ഞാൻ കഴിച്ചു പാസ്റ്ററെ. എനിക്ക് ചോറും മീൻകറി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിച്ചു. കഴിക്കലെന്ന് പറഞ്ഞാൽ വിട്ട, പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. കാരണം യേശു എന്നെ സൗഖ്യമാക്കി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിവരാനോ നടക്കാനോ കഴിയാതെ ഭാരത്തോടിനെ ഒത്തിരി പെയിൻ അനുഭവിച്ച സഹോദരി എന്നെ തുള്ളിച്ചാടി ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യം നിന്നോട് പറയാം, ദൈവരാജ്യത്തിനകത്ത് കയറാ. നീ കാണാൻ ഇതുവരെ കഴിയാത്ത ചിലത് ആത്മമണ്ഡലത്തിൽ കാണും. ചിലതിനോട് കൽപ്പിച്ച അത് ശരീരങ്ങളും വിടും. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് പറയുന്നു, നിന്റെ ദാരിദ്ര്യം മാറാം. ആമേൻ. എങ്ങനെ മാറും? നിന്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ നിന്റെ ആത്മദൃഷ്ടി തുറക്ക. അവൻ കൈയെത്താത്ത ദൂരത്തിരിക്കുന്ന ചിലത് നിന്റെ ചൂണ്ടയിലേക്ക് വരും. പരിശുദ്ധാത്മ പറയുന്നു, അവൻ ചതുർദ്രമ പണമേ ഉള്ളൂ മതിയെന്ന്. അത് നിന്റെ കൈ വന്ന ഇന്നത്തെ നിന്റെ ദാരിദ്ര്യം മാറും. നാളത്തേക്കുള്ളത് ദൈവം ചൂണ്ടയിൽ കൊരുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിന്നോട് പറയാ. ആത്മദൃഷ്ടി തുറക്കാമെങ്കിൽ നിന്റെ ദാരിദ്ര്യത്തിനുള്ള വഴി ദൈവം കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ചന്ദ്രരോഗം പിടിച്ച വ്യക്തിയെ കുറിച്ച് അപ്പൻ പറഞ്ഞത് അത് രോഗമെന്ന, പക്ഷെ യേശു പറഞ്ഞു ഇല്ല, ഞാൻ കാണുന്നത് അതൊരു സ്പിരിറ്റാ. നിന്റെ കാഴ്ച സ്വർഗം തൊടട്ടെ. നീ കാണുന്നത് സാധാരണ രീതിയല്ല, നീ കാണുന്നത് ആത്മാവിൽ നിന്ന് കാണുക. പലരും കാണാത്ത ചില ദൈവപ്രവൃത്തികൾ നിന്റെ കണ്ണിൽ വെളിപ്പെടും. നിങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. പലപ്പോഴും പലരും കാണാത്ത ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്ന് പകൽ യേശു അത് കാണട്ടെ. യേശു അത് കാണട്ടെ. വന്നതുപോലെ പോകാനല്ല, കർത്താവ് ശക്തമായി നിന്നോട് പറയുന്നു, ചിലത് ആമേൻ മാറിയാൽ നീ സ്വതന്ത്രമായി വീട്ടിൽ പോകാൻ പോവുകയാണ്. രോഗങ്ങളുടെ സ്വഭാവമല്ല അത് നിന്റെ കാഴ്ചയാൽ നീ കണ്ടത്, പക്ഷെ യേശു കണ്ടത് അതല്ല. ഈ സ്വഭാവങ്ങളെ ഇടുന്ന ഒരു അശുദ്ധ വ്യാപാരമാണ്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് പകൽ ഈ ഹോളിനകത്ത് പറയുന്നു, ചില ശരീരങ്ങളെ മറച്ചു വച്ച് വെല്ലുവിളിക്കുന്ന ചില സ്പിരിറ്റുകൾ ഇന്ന് കുടുംബങ്ങളിൽ നിന്ന് മാറും. എന്താ എൻ്റെ വീട്ടിനകത്തൊരു സമാധാനം ലഭിക്കാത്ത? എന്താ ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എൻ്റെ കുടുംബത്തിനകത്തൊരു ഡെലിവറൻസ് നടക്കാത്ത? പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് മറഞ്ഞു കിടന്ന് വെല്ലുവിളിക്കുന്ന ചിലതിനെ ദൈവം കാണാൻ പോവുക. ദൈവം ചിലതിനെ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? ദൈവാത്മാവ് ഇന്ന് പകൽ ചില ശരീരങ്ങളെ തൊടാൻ ആഗ്രഹിക്കുന്നു. മറഞ്ഞു കടന്ന് വെല്ലുവിളിക്കുന്ന ചിലത്. മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമാകുന്നില്ല, എന്തൊക്കെയോ ചെയ്തിട്ടും നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുന്നില്ല. അങ്ങനെയുള്ള ചിലതിനോട് പരിശുദ്ധാത്മ പറയുന്നു,
ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുന്ന ദിവസം. യേശുവിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടാൻ പോവുക. യേശുവിന്റെ മഹത്വം നിന്നിൽ ചലിക്കാൻ പോവുക. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നീ രക്ഷപ്പെട്ടേ മതിയാകത്തുള്ളൂ. 2024 ആഗസ്റ്റ് മാസം പരിശുദ്ധന്മാർ പറയുന്നു, ജൂലൈ മാസം പോലെ കിടക്കാനല്ല, നീ രക്ഷപ്പെടണം, നീ രക്ഷപ്പെടണം, നീ രക്ഷപ്പെടണം. നീ കയറണം, നീ ഉയർച്ച പ്രാപിക്കണം, നീ നന്മ പ്രാപിക്കണം. ചില അശുദ്ധമായ സ്പിരിറ്റുകൾ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് വിടാൻ പോവുക. ചില അശുദ്ധമായ സ്പിരിറ്റുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവുക. ഏതൊക്കെ ശക്തികൾ നിങ്ങളുടെ ശരീരങ്ങളെ അടക്കി ഭരിച്ചെങ്കിൽ ഇന്ന് കാണേണ്ടവനത് കാണുന്നുണ്ട്, കാണേണ്ടവനത് കാണുന്നുണ്ട്. കാണേണ്ടവനത് കാണുന്നുണ്ട്. യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ചില സ്വഭാവങ്ങൾ വെച്ച് പിശാച് അവന്റെ കണക്ക് കൂട്ടുകൾ തെറ്റിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അതല്ല വിഷയം. ആ പോരെ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറ്റാൻ പോകുക അവന്റെ തന്ത്രമാ. യേശുവിന്റെ നാമത്താൽ ജയം ഇന്ന് പകലിൽ, ഇന്ന് പകലിൽ സ്വർഗം ചിലതിനെ കാണട്ടെ. Oh, yes, the power of Holy Spirit. Yes, the power of Holy Spirit. Power. The name of Jesus. Rabba Shatana Rakshaskavanagataka Shaida Proudi Bidigatagasi. Yes, അതിനെ കൊണ്ടോ ആ സഹോദരികളെ കൊണ്ടോ റാപ്ഷധേരി റഗൽ കമനകടക ഷൈഡ പ്രൗഢി ബിരികടകസേ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യക്തമായി സംസാരിക്കുന്നു. മറഞ്ഞു കിടക്കുന്ന ചിലത് നിന്റെ കുടുംബങ്ങളിൽ നിന്ന് മാറുക. Come out. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. മറഞ്ഞു കിടക്കുന്ന ചിലത് കുടുംബങ്ങളെ വിടുന്നു, ചില ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നു. Come out. Rabba Shantana Regal Kamanagadaga Shaida Proudi Birigadaga Rakshas Kamanagadaga. Holy Spirit, Holy Spirit. ആ സഹോദരന്റെ ശരീരത്തെ വിട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, വിട 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 വിട. In the mighty power. Rabala Hadara Jalagadaga Legacy Antana. വിട വിട. കണ്ടോ? രാക്ഷസ് കഥേരിബി യംധന. വിട വിട വിട. സകല സർപ്പത്തിന്റെ കെട്ടുകളെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. വിട വിട വിട. ശരീരങ്ങളെ വിട്ട ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അങ്ങനെയുള്ള ബലഹീനതകൾ ആ മകളെ വിട്ടുമാറട്ടെ. പല സ്വഭാവങ്ങളെയും കാണിച്ച പൈശാചികൻ പലപ്പോഴും നിന്റെ മനസ്സിനെ തെറ്റിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ഇല്ല, കാണേണ്ടവന് ഇന്ന് പകലിന് തിരിച്ചറിയുക, അവനെ കാണുക. കുടുംബത്തെ വിട്. അങ്ങനെയുള്ള സകല കെട്ടുകളും നിന്റെ കുടുംബത്തിൽ നിന്ന് പൊട്ടട്ടെ. പൈശാചികന്റെ സകല ആധിപത്യങ്ങളും കുടുംബത്തിൽ നിന്ന് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്താൽ ജയം പോട്ടെ. മറഞ്ഞു നിന്ന നിന്റെ പല നന്മയും നിന്റെ കൈ തരാതെ മറഞ്ഞു നിന്ന് വെല്ലുവിളിക്കുന്ന സകല അശുദ്ധ മണ്ഡലങ്ങളെ ഞാൻ ശാസിക്കുവാണ്. ഈ പകലിൽ അത് മാറട്ടെ. ഷബ റഖമാന റഖമാന ഷഖേനിയ റീബൽ കമനഗഡഗസി. ആത്മാവിന്ന് പകലിൽ നിന്നോടായി പറയുന്നു, മറഞ്ഞു കിടന്ന് വെല്ലുവിളിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് ചില നന്മകൾ നിന്റെ കരത്തിലോ കുടുംബത്തിലോ തലമുറയിലോ എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില സ്പിരിറ്റുകൾ ഇന്നു പകലിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവുക.
നീ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു, 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 തൊടുന്നു. യേശുവിന്റെ മഹത്വം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഓ ഹോളി സ്പിരിറ്റ്, മൈറ്റി പവർ. സകല ദുർസ്പിരിറ്റുകളോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോ, 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 വിട്ടുപോ. സകല ദുർസ്പിരിറ്റുകളോട് ഞാൻ കൽപ്പിക്കുന്നു, ആ ശരീരങ്ങൾ വിട, ശരീരങ്ങൾ വിട. തലമുറയുടെ ഭാവിയെ തടഞ്ഞു വെക്കുന്ന സകല സ്പിരിറ്റും, സർപ്പബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. ദാസി വിട, കുടുംബത്തെ വിട, ഇവിടെ ബിസിനസ്സുകൾ വിട, ഇവിടെ തലമുറയുടെ ഭാവിയെ വിട. യേശുവിന്റെ നാമത്തിൽ I break it in the name of Jesus. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. റബ ലബ സിയാധന റിഖബ ലബ റക്ഷസ്കധേരിബി അന്ധന റീബൽ കമനഗഡഗ ശന്തൽ കമനഗഡഗസി. ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യും. കാഴ്ചയ്ക്ക് കാണുന്ന വിഷയങ്ങളെല്ലാം മറഞ്ഞു കിടക്കുന്ന ചില സബ്ജക്റ്റുകളുണ്ട്. ഈ ദിവസങ്ങൾ സ്വർഗം നിങ്ങൾ തൊടുകയാണ്. റബല ഹദര ജലഘടക റക്ഷസ്കമനഘടകസി. ബലഹീനതകളെ വെച്ച് ഒതുക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരം വിടുക, കുടുംബം വിടുക, സാമ്പത്തിക മണ്ഡലങ്ങളിൽ നിന്ന് ഇതെല്ലാം വിട്ടുപോട്ടെ. നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളെ വെച്ച വേട്ടയാടുന്ന ചില ശക്തികൾ ക്രിസ്തു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ, ഫ്രീ ആകട്ടെ. മറഞ്ഞു കിടന്ന് വെല്ലുവിളിക്കുന്ന സ്പിരിറ്റുകളെല്ലാം ശരീരങ്ങളിൽ നിന്ന് മാറുക. ഹോളി സ്പിരിറ്റ് റബ ലബ സിയാധന റഗൽ കമനഘടക ശന്തൽ കമനഘടകസി. യേശുവിന്റെ നാമത്തിൽ ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, ചില സൗഖ്യങ്ങൾ നടക്കട്ടെ, ചില ഡെലിവറൻസ് നടക്കട്ടെ. റിഖബ ലബ ശിഖിറിയധന റീബ ക്ഷമനഘടക ശന്തൽ കമനഘടകസി. ആ ശരീരങ്ങളിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആ കുടുംബങ്ങളിൽ മറഞ്ഞു കിടന്ന എല്ലാ അശുദ്ധ വ്യാപാരങ്ങളും ഇന്ന് മുതൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. റബ ലബ സിയാധന റക്ഷസ്കധേരിബി അന്ധന റീബൽ കമനഘടക ശൈഡ പ്രൗഢിബിരിഘടക റക്ഷസ്കമനഘടകസി. മഹത്വം തൊടട്ടെ, മഹത്വം തൊടട്ടെ, മഹത്വം തൊടട്ടെ. ഹോളി സ്പിരിറ്റ് മഹത്വം തൊടട്ടെ, മഹത്വം തൊടട്ടെ. യേശുവിന്റെ മഹത്വം റബന ഹദര ജലഘടക റക്ഷസ്കമനഘടകസി അധിന റക്ഷസ്കമനഘടക വൈഡ കമനഘടക ശന്തൽ കമനഘടകസി. പരിശുദ്ധാത്മാവ് ഇത് നിന്നെ തൊടുക. മറഞ്ഞു നിന്ന് വെല്ലുവിളിക്കുന്ന ചില പോരുകൾ ആ ശരീരത്തിന്റെ മേൽ ദൃഷ്ടി വെച്ച പിശാച് അവന്റെ ശരീരം വിടാൻ പോവാ. തീ തൊടുക, ശരീരത്തിലേക്ക് അഗ്നി ഇറങ്ങി വരിക. മുന്നോട്ടുള്ള പല വഴികളിലും തടസ്സം നിൽക്കുന്ന ചില ദുരാത്മ ശക്തിയെ ഞാൻ കാണുക. നീ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കാനുള്ളവൻ, പക്ഷെ നിന്നെ ഒതുക്കുന്ന ചില ശക്തികൾ, ചില പാരമ്പര്യത്തിന്റെ സ്പിരിറ്റുകൾ, പലർക്കും കാണാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ബ്രേക്ക് ആകാൻ പോകുകയാണ്. പോട്ടെ, പോട്ടെ, പോട്ടെ. റബല ഹദര ജലഘടക റഗൽ കമനഘടകം പോട്ടെ. ദൈവാത്മാവിന്റെ തീ ഇതിനകത്ത് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളെ തൊടുക. ചില വിടുതലുകൾ ശരീരങ്ങളിൽ സംഭവിക്കുക.
മറഞ്ഞു കിടക്കുന്ന ചില ശക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യുന്നു. മറഞ്ഞു നിൽക്കുന്ന പലർക്കും കാണാൻ കഴിയാത്തത് കർത്താവിന്ന് കാണുക. പ്രാർത്ഥിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. യേശുവേ, എന്നെ തൊടണമെന്ന് പറ. ഇന്ന് പകലും മഹത്വം നിങ്ങളുടെ മേൽ. നേർച്ചകൾ, കാഴ്ചകൾ, ജീവിതത്തിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും തടസ്സമായി കിടക്കുന്ന സകല സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ജീസസ്, ഡെലിവറൻസ് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുക സിസ്റ്ററെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുക. ചിലതിന്റെ മുമ്പിൽ തടങ്കൽ പാറ പോലെ കിടക്കുന്ന ചില ദുർസ്പിരിറ്റുകൾ നിങ്ങളെ വിടാൻ പോവുക. ഓ പിടിച്ചോ. സകല ഭദ്രകാളി സ്പിരിറ്റുകളെ കെട്ടുകൾ അഴിയും. ഇനി നിന്റെ മുമ്പിൽ, ഈ സഹോദരയുടെ മുമ്പിൽ നിൽക്കാൻ അനുവദിക്കത്തില്ല. കെട്ടഴിയുന്നു. നിന്റെ ബന്ധനങ്ങൾ അഴിയുക. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകുന്നു. ആ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ സ്പിരിറ്റുകളെ പുറത്താക്കുന്നു. ദൈവാത്മാവ് നിങ്ങളോട് പറയുവാണ്, കുടുംബത്തിനകത്തും മറഞ്ഞു നിന്ന് പലയിടത്തും വെല്ലുവിളിക്കുക. അവന് കഴിയില്ല. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരാതെ നിന്റെ കുടുംബത്തിലെ നാഥനെ, നിന്റെ തലമുറയെ വരെ വേട്ടയാടി മറഞ്ഞു കിടക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പിടിക്കപ്പെടുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അത് പൊട്ടി മാറണം. കുടുംബങ്ങളിൽ നിന്ന് പൊട്ടണം. ഇപ്പോൾ അത് ബ്രേക്ക് ആകട്ടെ. തലമുറയെ കെട്ടിയിരിക്കുന്ന കെട്ട, കുടുംബനാഥനെ കെട്ടിയിരിക്കുന്ന കെട്ട യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ right now free Holy Spirit now free in the name of Jesus. ചിലതെല്ലാം കുടുംബത്തിനകത്ത് മകത്വം വെളിപ്പെടുന്നു. ചില കുടുംബങ്ങൾക്കകത്ത് ഡെലിവറൻസ് നടക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ വീട്ടിൽ മറഞ്ഞു കിടക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ അത് പിടിക്കപ്പെട്ടിരിക്കുന്നു. Holy Spirit. Sharadhara dhara barakamana. Oriamtana richas praushasiyamtene. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ നമുക്ക്? ഒത്തിരി ശരീരങ്ങളുടെയും കുടുംബങ്ങൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ചില സ്പിരിറ്റുകളെല്ലാം വിടുകയാണ്. റബല ഹദര ജലഘടക ലഗതി യംതന റീബക്ഷമന ഘടക ഷൈഡ പ്രൗഢിബിരി ഘടകസി റക്ഷസ്ക ധീരിബി യംതന റീബ ലഗസി ധീരി റഗക്ഷസ് പ്രൗഢിബിരി. എല്ലാവർക്കും എഴുന്നേക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രാക്ഷസ് പ്രൗഷസി യംതന റീബ ലഹസി യംതന റീബക്ഷമന ഘടക റഗൽഖമന ഘടക ശന്തൽഖമന ഘടക റഗംതന. ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ വെളിപ്പെടട്ടെ. Come on.
ചുടകബര ഹതന റിഗൽ ഖമന ഘടക ശന്തൽ പ്രൗഢി ബിരി ഘടക റക്ഷസ് ഖമന ഘടക ഷൈഡ പ്രൗഢി ബിരി ഘടക റിഗൽ ഖമന ഘടകസേ മൈറ്റി നെയിം ഓഫ് ജീസസ്. മഹത്വം വെളിപ്പെടും, മഹത്വം വെളിപ്പെടും, മഹത്വം വെളിപ്പെടും. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. നിന്റെ കണ്ണ് സാധാരണ കാര്യങ്ങളല്ല കാണാൻ പോകുന്നേ, അസാധാരണ കാര്യങ്ങൾ. ആമേൻ. നീ കാണാൻ പോകുന്നത് നോർമൽ കാഴ്ചകളല്ല, പലർക്കും കാണാൻ പറ്റാത്തത് കാണും. വഹാവ്. ഇന്നത് കാണുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുന്നത്. റബാൽ ഹന്ദന റഗൽ ഖമന വൈഷസ് പ്രൗഢി ബിരി ഘടക റഗൽ ഖമന ഘടക അത്യുന റക്ഷസ് ഖമന ഘടക അത്യുനി റഗൽ ഖമന ഘടക ഷൈഡ പ്രൗഢി ബിരി ഘടക റഗൽ ഖമന ഘടകസേ. പലർക്കും കാണാൻ കഴിയാത്തതിന്റെ കണ്ണിന് വെളിപ്പെടാൻ പോവുക. Jesus, Holy Spirit, Holy Spirit, Holy Spirit. Rakamana shakara hasiyatana rakshaskamana ഘടകസേ. ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കും. നമ്മുടെ ശരീരങ്ങളിൽ ഡെലിവറൻസ് നടക്കും. ഡെലിവറൻസ് നടക്കും. പലർക്കും പിടിക്കാൻ പറ്റാത്തതും പലർക്കും കാണാൻ പറ്റാത്തതും നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് പോകും. ചിലപ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ആളുകളുടെ വീട്ടിൽ നിന്ന് പോകും. ഓഹോ സംഭവിക്കാൻ പോവുക. അത് സംഭവിക്കാൻ പോവുക. അത് സംഭവിക്കാൻ പോവുക. പത്രോസേ, നിനക്ക് കരം കൊടുക്കേണ്ട കാശ് എത്ര ആഴത്തിൽ കിടന്നാലും കർത്താവിന്റെ കണ്ണതിനെ കാണാൻ പോവുക. കർത്താവിന്റെ കണ്ണതിനെ കാണുന്നുണ്ട്. അതേത് മീന് വിഴുങ്ങി വച്ചിരുന്നാലും നിന്റെ കൈ വരേണ്ടത് നിന്റെ കൈ വരാൻ പോവുക. ഹോളി 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 സ്പിരിറ്റ്. റബാ ലഖമ സെരഥേരി റക്ഷസ് കഥേരിബി അന്ഥേനിയ റൺഥേനിയ റക്ഷസ് കഥേരിബി അന്ഥന. ചില മീനുകളുടെ വായിക്കാതിരിക്കുന്ന നന്മ ചില പത്രോസുമാർക്ക് കൈ വരാൻ പോവുക. അവിടെ തന്നെ ഇവിടെ ചില മീനുകളുടെ വായിക്കാതിരിക്കുന്ന നന്മകൾ പരിശുദ്ധാത്മ പറയുന്നത് കരങ്ങളിൽ വരേണ്ട സീസൺ തുറക്കാൻ പോവുക ബ്രദറെ. യേശു പറയും, ആ ചതുർദ്രഹ്മപ്പറത്തെ ഓടിച്ചതാ, പക്ഷെ എവിടെ ഓടിയാലും ആ കണ്ണത് കാണും. ഈ കണ്ണുകളത് കാണും. കാണും. നിന്റെ കൈ വരേണ്ട നന്മ നിന്റെ കയ്യിൽ തമ്പുരാൻ വരുത്തും. ഓഗസ്റ്റ് മാസം കർത്താവ് പറയുന്നു, ആ സീസൺ ചില ശക്തികൾ അതിനെ തടഞ്ഞു, ചില സ്പിരിറ്റുകൾ അതിനെ തടയുന്നു. പക്ഷേ ആ സ്പിരിറ്റുകൾക്കൊന്നും നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഓ, പലരും കാണാത്തതിന് ഇന്ന് യേശു കാണുന്നു. ശരീരത്തിൽ നിന്ന് ഇനി അതിന് ഇരിക്കാൻ പറ്റത്തില്ല. വരേണ്ടത് വരണം. ഇതിനെ തടയുന്ന സകലത്തിനെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് എത്ര ശ്രമിച്ചിട്ടും അതൊന്നും നിങ്ങൾ വിടുന്നില്ല. വർഷങ്ങൾ ചിലത് കഴിഞ്ഞിട്ടും മറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഇന്ന് കർത്താവിന്റെ കണ്ണതിനെ കാണുന്നു. റൈറ്റ് നൗ ഞാൻ ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരശുദ്ധ ശക്തിയും ശരീരത്തിന്റെ അകത്തോ പുറത്തോ നിന്ന് വെല്ലുവിളിക്കരുത്. അങ്ങനെയുള്ള സകല വ്യാപാരങ്ങളെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ
it. Break it. Break it. വിടാ. Free. വിടാ. ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്നു. കാലുകൾ മുതൽ തല വരെ ദൈവശക്തി ഇറങ്ങട്ടെ. ഹോളി സ്പിരിറ്റ് ആ ഉള്ളിൽ കിടക്കുന്ന സകല വ്യാപാരങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു.